പോലല്ല ഇപ്പം പറയുന്നത് എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പറയുന്നത് നമ്മുടെ കാരന്തൂരിലെ മർക്കസ് ഇംഗ്ലീഷ് മീഡിയത്തിനടുത്തുള്ള പൂനൂർ പുഴയെക്കുറിച്ചാണ്. ഇത് വൈകിട്ട് വിനോദസഞ്ചാരികൾക്ക് ഇരിക്കാനും കാഴ്ചകൾ കാണാനും അത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലം നിങ്ങളെല്ലാവരും പരമാവധി എൻജോയ് ചെയ്യണമെന്ന് പറയുന്നു. ഈ സ്ഥലങ്ങൾ ആളുകൾ വളരെ ഒരു വൈകുന്നേര കാലങ്ങളിൽ ഉപകാരപ്പെട്ടൊരു സ്ഥലമാണ്. നിങ്ങൾ ഈ സ്ഥലങ്ങളെ നിങ്ങളിലേക്ക് കാണിക്കുകയാണ്. നല്ല വിശാലമായ പുഴകൾ, ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളും പുഴകളും മരങ്ങളും വളരെ സുന്ദരമായ വൈത്താരങ്ങളും കാടുകളും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. ഇത് വരുന്നത് നമ്മുടെ കോഴിക്കോട് കാരന്തൂർ മർക്കസ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അടുത്ത പൂനൂർ പുഴ. ഇംഗ്ലീഷ് മീഡിയം റോഡിൽ വന്നാൽ പൂനൂർ പുഴ. ഇവിടെ വളരെ സുന്ദരമായ പാറകളും കാടുകളിലാണെങ്കിൽ കാടുകളിലേക്കും വളരെ സുന്ദരമായ ഈ സ്ഥലം. കുട്ടികൾക്ക് കുളിക്കാനുള്ള വളരെ അധികം മായമൊന്നുമില്ലാത്ത പാറകളൊക്കെ അടങ്ങിയത്. ഈ പുഴയുടെ അപ്പുറ ഭാഗത്താണെങ്കിൽ മൊത്തം കാടുകളാണ്. നല്ലൊരു മലകളൊക്കെ ആയിട്ട് നല്ലൊരു സുന്ദരമായ സ്ഥലമാണ്. വൈകിട്ടൊക്കെ നിങ്ങൾക്ക് കുടുംബസമേതമൊക്കെ വന്ന് ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത്. പുഴ വലിയ ആയമില്ല, വേനൽക്കാലത്ത് വലിയ ആയമൊന്നുണ്ടായാലും മഴക്കാലത്താണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല ആയമുള്ള ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ ഇതായി മരങ്ങളിങ്ങനെ അടഞ്ഞിരിക്കുന്ന മരങ്ങളും. അതുപോലെ ഈ പുഴയിലും അപ്പുറത്ത് പോവുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും വളരെ സുന്ദരമായുള്ള സ്ഥലങ്ങളാണ്. ഇതിലൊക്കെ നേരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉള്ളോട്ട് കാടുകളാണ്. മൊത്തത്തിൽ വളരെ കൊക്കുകളും എല്ലാം ഇതിനെ നോക്കിയാൽ കാണും. കൊക്കുകളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം, വളരെ സുന്ദരമായൊരു സ്ഥലം. ഇവിടെ വന്നിരിക്കാം, ചെലവഴിക്കാം, എല്ലാത്തിനും ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. വളരെ കാടുകളെല്ലാം കൂടിയ നല്ലൊരു സ്ഥലം. ഇതുപോലെ കൂടുതൽ സ്ഥലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, കോഴിക്കോട് ജില്ലയിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളിതാ വളരെ സുന്ദരമായിട്ടുള്ള ഈ സ്ഥലങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇത് കടന്നു പോകുന്ന പാതകളാണ്. നടന്നു പോയിട്ട് ഈ വഴികളിലൂടെയാണ് വരിക. പല വഴികളുണ്ട്. ഈ വഴികളിലേക്ക് കയറാം. കാടുകളാണ്, നിങ്ങൾ നോക്കണം. ഇത് നമ്മുടെ കാരന്തൂർ പൂനൂർ പുഴ മർക്കസ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഭാഗത്താണ്. ഇത്രയും സുന്ദരമായ ഇത് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ആളുകൾ ദൂര നാടുകളിലൊക്കെ ടൂറിന് പോകുന്നവർക്ക് ഇവിടെ വന്ന് ആസ്വദിക്കുന്ന നല്ല തണലുള്ള ഏത് നട്ടുച്ചക്കാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വളരെ തണലുള്ള സ്ഥലം, അന്തരീക്ഷം. ഇതാണ് ഒരു ആൽമരം. വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ചെറിയ വെയിലുണ്ട്, വൈകുന്നേരങ്ങൾക്ക് ഭയങ്കര തണുപ്പുള്ള ഏരിയ. ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുത്തിയിരുന്ന് കുടുംബസമേതം കുത്തിരിക്കാം, കഴിക്കാം. അതുപോലെ അപ്പുറത്ത് വേറൊരു ബ്രിഡ്ജുണ്ട്, അവിടെ കുത്തിരിക്കാം. ഈ ആൽമരത്തിൻ്റെ മുകളിൽ താഴെ കുത്തിയിരുന്ന് കുടുംബസമേതം ഭക്ഷണം, ഫുഡ് എന്നിവ കഴിക്കാം, പ്രശ്നമില്ല. അതുപോലെ ഇതൊരു മറ്റൊരു ഏരിയ ആണ്. ഇതിൽ വേണമെങ്കിൽ ഇറങ്ങാം, ദൂര യാത്രകൾ സംഭവിക്കാം. ഇതൊക്കെ അതിൻ്റെ മനോഹരമായ സ്ഥലങ്ങളാണ്. പൂനൂർ പുഴ കാരന്തൂർ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഭാഗത്തുള്ളതാണിത്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ റോഡ് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. മർക്കസിൻ്റെ അടുത്ത് നിന്ന് ഇംഗ്ലീഷ് മീഡിയം. വളരെ എന്ത് സുന്ദരമായ കാറ്റ് ലഭിക്കുന്ന ഈ സ്ഥലം. നട്ടുച്ച സമയത്ത് പോലും സുന്ദരമായ കാറ്റ് ലഭിക്കുന്ന ഇത് ഈ റോഡ് തീരുന്നില്ല. ഇതിലെ പോയാൽ കാടുകളാണ്, നോക്കണം. പോകുന്നേരം വളരെ കാടുകൾ തീർന്നുള്ള വളരെ ആസ്വദിക്കാൻ 1.5 മണിക്കൂർ ആസ്വദിക്കാൻ പറ്റിയ വളരെ സുന്ദരമായൊരു സ്ഥലമാണ്. അതവിടെ പോയതിൻ്റെ നടുവിലായിട്ടൊരു തൂണുകളൊക്കെ ഉണ്ട്.
സുന്ദരമായ സ്ഥലമാണെന്നറിയില്ല. ഇതിലൂടെയൊക്കെ നടക്കാം. ഒരു മണിക്കൂർ നിർബന്ധമായും ചിലവഴിക്കാൻ. നല്ല കാറ്റ് കിട്ടും, നല്ല സമാധാനം ലഭിക്കുന്ന സ്വസ്ഥമായ സ്ഥലമാണ്. മരങ്ങളിലൊക്കെ കയറണമെങ്കിൽ കയറാം. വളരെ സുന്ദരമായ സ്ഥലം. ഇതുപോലെ നിങ്ങൾ കൂടുതൽ വീഡിയോകൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന സ്ഥലം തീരുന്നില്ല. നടന്നാൽ അങ്ങനെ പോകുന്ന തരം പോകും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക നിങ്ങൾ അറിയാത്ത സ്ഥലങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിർബന്ധമായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നിർത്തുന്നു. കൂടുതൽ വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.